ഞാൻ വന്നത് ഫത്താഹ് എനിക്ക് വേണ്ടി കുറച്ച് പുസ്തകങ്ങൾ കൊടുത്തയച്ചിരുന്നു എന്നറിഞ്ഞു. അത് വാങ്ങാനാണ്. അത് 2 ദിവസം മുമ്പ് അനസ് കൊടന്നു തന്നില്ലേ? ഇല്ല. ഓനെവിടെ? ഓനിപ്പോ ഒരു കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോണ്ട്. വരാൻ വൈകും. പുസ്തകങ്ങൾ ഓന്റെ മുറി തന്നെ ഉണ്ടാവും. ഇങ്ങള് പോയി എടുത്തോളി. ശരി. മേലെ തന്നെയല്ലേ? ഉം. ഉമ്മ, എന്റെ മുറിയിലാരാ കയറിയത്? ഇമാം, അന്റെ ഉപ്പ കൊടുത്തയച്ച ബുക്ക് എടുക്കാൻ. ഓൻ എന്തിനാ എന്റെ മുറി കയറിയത്? നിങ്ങൾ എന്തിനാ ഓൻ എന്റെ മുറിയിലേക്ക് കയറ്റി വിട്ടത്? അന്യ എന്റെ ഉപ്പാനെയും പഠിപ്പിച്ച ഉസ്താദിനെയാ ഈ ഓനെന്ന് വിളിക്കണത്. ഓൻ ആരാ? വലിയ ഇമാമാ? ഓന്റെ കാര്യം നോക്കിയാ പോരെ? എന്റെ റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഇവനിക്ക് നീ പുറത്തു കൊടുക്കണേ. ബാങ്ക് വിളിക്കണ ശബ്ദം കേട്ടൂടെ? അപ്പോഴാന്റെ പാട്ട്. ഈ പൊയ്ക്കോടുന്ന്. ഓനെ ഞാൻ വിടൂല. ഓനക്ക് ഞാനൊരു കോള് വെച്ചിട്ടുണ്ട്, ഈ നോക്കിയോ. ഈ ആരുടെ കാര്യം പറയണത്? ആ ഇമാമിന്റെ കാര്യം തന്നെ. എന്തുണ്ടായത്? ഓൻ ഇന്നലെ എന്റെ വീട്ടിൽ വന്നിരുന്നു. പോസ്റ്ററൊക്കെ കീറിക്കളഞ്ഞു, കമ്പ്യൂട്ടറിലുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്തു. സഫ്നയുടെ പടവും. അപ്പൊ എന്റെ കള്ളിയെല്ലാം വെളിച്ചതായല്ലേ? അയാളാ ബെർലിയുടെ സ്നേഹിതനാ, ഈ സൂക്ഷിച്ചോ. ഇനി എന്റെ കാര്യത്തിൽ ഇടപെട്ടാ അയാളുടെ മയ്യത്തായിരിക്കും. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഖാദറിരിക്ക്. എന്താ വർത്താനം? കേസ് നമ്മൾ ജയിച്ച് ഓന്റെ കള്ളത്തിലെല്ലാം അങ്ങോട്ട് പുറത്തായി. വീടിന്റെ ആധാരം തിരിച്ചു തരാൻ ബ്ലേഡ് ബാബുവിനോട് കോടതി പറഞ്ഞു. നമ്മള് കുറേശ്ശായിട്ട് പൈസ അടച്ചാൽ മതി ഇന്ന്. എന്റെ പടച്ച തമ്പുരാനേ. അത് നന്നായി. പക്ഷേ കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പം വല്ലാത്തൊരു നോട്ടാ. ഓൻ വല്ലതും വേണ്ടാത്തരം ചെയ്യുമോന്നാ ഇപ്പൊ എന്റെ പേടി. ഓൻ എന്ത് ചെയ്യാൻ? ഈ ധൈര്യമായിട്ടിരിക്കും. ആദ്യമായിട്ടാണ് ഞാനൊരു കേസ് തോക്കുന്നത്. എല്ലാത്തിനും കാരണമായി ഇമാമ. തൽക്കാലം പെട്രോൾ ബങ്കിന്റെ കാര്യം നമുക്ക് ഉപേക്ഷിക്കാം. പക്ഷെ ആ ഇമാമിനെ ഞാൻ വിടില്ല. കൊല്ലണം അപ്പ അന്നിയുടെ മോനെ. സൂര്യനും ചന്ദ്രനും താരകളും ഇഹമെല്ലാം തീർത്തവനല്ലാഹു. സ്നേഹത്തിൻ സാഗരമല്ലാഹു. നന്മതൻ നാഥനിതല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്
محمد رسول الله പ്രതിഫലദിനമതിനുടമയും നീ ഇഹ പരലോകത്തിനധിപനും നീ അടിമയമടിയനും വഴികാട്ടണം ഇടനെഞ്ചിൻ പ്രാർത്ഥന കൈക്കൊള്ളണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. സഫ്ന, നീ എന്നോട് എന്താ മിണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറ. അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ എന്തെങ്കിലും ഒന്ന് പറയേ. സഫ്ന പ്ലീസ് പ്ലീസ്, എൻ്റെ മുത്തല്ലേ, എൻ്റെ പൊന്നുംകട്ടയല്ലേ. അന്നത്തോടെ എന്റെ കളിയൊക്കെ തീരുന്ന ഞാൻ വിചാരിച്ചത്. ബാപ്പ കണ്ടിരുന്നെങ്കിൽ മയ്യത്ത് കബറടക്കം ഒപ്പം തീർന്നേനെ. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പോരെ. ഞങ്ങളുടെ പള്ളിയിലെ ഇമാമ് നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നോ? ഇല്ല. എന്തേ? ഒന്നുമില്ല. എന്താ സന്തോഷേ കാര്യം? വന്നോ? നിങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളുമായി നിങ്ങളുടെ ചില പരിപാടി ഉണ്ടല്ലോ, അത് വേണ്ട. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഇന്നലെ മായയുടെ വീട്ടിൽ പോയില്ലേ? പ്രകാശിന്റെ വീട്ടിൽ ഇയാളെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പണം കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ പാട്ടിലാക്കുന്ന നിങ്ങളുടെ ഈ പരിപാടി ഉണ്ടല്ലോ, അത് വേണ്ടെന്ന് തന്നെ ഉദ്ദേശിച്ചത്. പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തതാണോ നിങ്ങൾ വലിയ കുറ്റമായി കാണുന്നത്? എന്നാ നിങ്ങൾ ആരെങ്കിലും ആ കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്ക്. അന്ന് ഞാൻ നിർത്തിയേക്കാം. അപ്പോൾ ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. പാടാ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഓരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് പോയത്? നിങ്ങളോട് എന്താ അവർ പറഞ്ഞിട്ട് പോയത്? ഓരെന്തോ ഒപ്പിക്കണുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, ധൈര്യമായിട്ടിരിക്കും. നിങ്ങളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. എനിക്കാരുടെയും സംരക്ഷണവും വേണ്ട. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇബ്ലീസ്. ജസ്ന, അനക്ക് എന്ത് പറ്റി? വല്ലാത്ത തലവേദന. അനക്ക് വീട്ടിൽ പോണോ? ആ വാ, നമുക്ക് വീട്ടിൽ പോവാം. എന്ത് പറ്റി ജസ്ന? ശരി, നീ കരയണ്ടാവാ. സ്നേഹം വല്ലാത്തൊരവസ്ഥ തന്നെ. ഞാൻ എന്തെല്ലാം സ്വപ്നങ്ങളാണ് നെയ്തു കൂട്ടിയത്. ഇങ്ങനെ പകൽക്കനാവും കണ്ടിരുന്നോ? നീ ഇന്ന് ക്ലാസ്സിന് വരുന്നില്ലേ? എന്ത് ക്ലാസ്? ഞാൻ നമ്മളെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്ത്? ഈ പുഴക്കടവത്ത് ഒരു കൊച്ചു കൂര, അവിടെ ഞാനും നീയും ഈ കാറ്റും പ്രകൃതിയും നമ്മുടെ കുട്ടികളും. ആദ്യം ഒരു ജോലി സമ്പാദിക്കാൻ നോക്ക്. എന്റെ ബാപ്പാന്റെ കാര്യം അറിയാലോ. ഞാനിത് എത്രയാ പഠിക്കുക? രാത്രി മുഴുവൻ ഇരുന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കല്ലേ. നോക്കട്ടെ.
ക്ലാസ്സിലായാലും വീട്ടിലായാലും എനിക്ക് എപ്പോഴും ഒരു വിഷയം മാത്രമേ ഉള്ളൂ. എനിക്കൊരു ഗൾഫിലും പോണ്ട. നീ എന്നും എൻ്റെ അരികത്തുണ്ടാവണം. അന്നെ എനിക്ക് എന്നും ഇങ്ങനെ കാണണം. അന്നെ കണ്ട് കണ്ട് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് മരിക്കണം. അങ്ങനെയൊന്നും പറയല്ലേ. നൗദു ബില്ലാ. അനസ്, എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴിച്ച് നമ്മളൊരിക്കലും അത്തരക്കാരിൽ പെടരുത്. എനിക്ക് ആരുടെ ഉപദേശം ആവശ്യമില്ല. മദ്രസയിലെ കുട്ടികളോട് പറയുന്ന പോലെ എന്നോട് പറയരുത്. മോനെ, എൻ്റെ വഴി തെറ്റായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിന്നോട് പറയുന്നത്. അന്നെ തിരുത്താനും ശാസിക്കാനുമുള്ള അധികാരം എനിക്കുണ്ടെന്ന് നീ കൂട്ടിക്കോളൂ. ഇന്നലെയും നിന്റെ ഉപ്പ വിളിച്ചിരുന്നു. ഓനിതൊക്കെ അറിഞ്ഞാൽ? അതറിയിക്കാനല്ലേ നിങ്ങൾ നടക്കണത്. ഇനി ഇതുകൂടി പറഞ്ഞാൽ എനിക്കൊരു ചുക്കുമില്ല. അനസേ, ഇതെന്തൊക്കെ പറയണേ? ആദ്യം നിങ്ങൾ തന്നാവും. ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് വിദേശികളുടെ കയ്യിൽ നിന്നും സക്കാത്തിൻ്റെ പേര് പറഞ്ഞ് നാട്ടുകാരുടെ കയ്യിൽ നിന്നും നിങ്ങൾ എത്ര പൈസയാണ് പറ്റുന്നത്? അതൊന്നും ആർക്കും അറിയില്ലെന്നാ നിങ്ങളെ വിചാരം. മോനെ അനസേ, അനക്ക് തിരിച്ചറിവിൻ്റെ ഒരു കാലം വരും. അള്ളാഹു നിന്നെ കാത്തുരക്ഷിക്കട്ടെ. ഇമാമിന്റെ മുമ്പിൽ ഞാൻ വീണ്ടും തെറ്റുകാരനായി. സപ്ന, വേഗം ഒരുങ്ങിക്ക്. അന്നെ കാണാൻ ഒരു കൂട്ടർ പോരും. പറഞ്ഞ കേട്ടില്ലേ? വേഗം ഒരുങ്ങിക്കാൻ. ഇങ്ങടെ ഇറങ്ങ്. ആരാ? പെണ്ണെ കാണാൻ വന്നതാ. അത് ഭ്രൂണായില്ല. അസ്സലാമലൈക്കും. കേറി വരീന്ന്. വാ. ഓക്കെ, ഇടക്ക് തെറ്റി വീഴണ്ട. മാറില്ല. വന്നവിടെ. ഇനി ഇവിടെ കൊടുക്കും. എനിക്കും കിട്ടി. സപ്ന, സപ്ന, എന്താടി ഇത്ര താമസം? ഈ കാണുന്നതെല്ലാം മൂപ്പരുടെ സ്ഥലമാണ്. നിക്കാ കഴിഞ്ഞത് എന്റെ ആവും. മുന്നിൽ കിടക്കുന്ന സ്ഥലം പൊന്നിന്റെ കാശ. ആദ്യം നമുക്ക് അത് വിൽക്കണം. ഇതൊക്കെ നടക്കണമെങ്കിൽ നീ അകത്തുപോയി ഓളം മര്യാദക്കൊന്ന് കാണും. കമ്മീഷൻ അടിച്ച വയ്യത്താവും. മോളെ, എന്താ മോളെ, അനക്ക് ഓനെ പറ്റിയില്ലേ? എന്താ മോളെ? എനിക്ക് പഠിക്കണം. സപ്ന, ഇപ്പൊ കല്യാണമൊന്നും വേണ്ട. എന്താ ഇവിടെ? ഓൾക്ക് പഠിപ്പ് കഴിഞ്ഞിട്ട് മതിയെന്ന് കല്യാണം. എന്താ അത് പോരെടാ? മുണ്ടാതെ ഒരു മൂലക്ക് ഇരുന്നോളാം. നിങ്ങളാണ് ഓളെ വഷളാക്കുന്നത്. മതി അവിടെ ഇരുന്ന് മോങ്ങിയത്. വേഗത്ത് കയറിപ്പോ. എന്തു പറ്റി സഫ്ന? ഇനി നമുക്ക് ഒരിക്കലും ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ എന്താ ഈ പറയണത്? ഇന്നലെ എന്നെ പെണ്ണ് കാണാൻ വന്നിരുന്നു. പാപ്പയ്ക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടു. കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു. അനക്കോ? അനസേ, ഈ പേടിക്കണ്ട. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഒരു മാസത്തിന്റെ ഉള്ളില് കല്യാണം നടത്തുന്ന പാപ്പയുടെ സ്വഭാവം അറിയാലോ. ആരാ ഈ കാര്യം കൊണ്ടുവന്നത്? നിങ്ങളൊപ്പം നടക്കുന്ന ബ്രോക്കർ ഹംസ തന്നെ. വേറെ ആരാ?
അല്ലോ ഇതിൽ ആരുടെ നമ്മൾ നടത്തിയത് തല്ലിക്കൊണ്ടൊക്കെ കാര്യം പറ അറിയില്ലല്ലേ ഈ ബെർലിയുടെ നമുക്ക് കാര്യം നോക്കലടാ. സഫ്നാനെ ഞാൻ നോക്കുന്ന കാര്യം അനക്ക് അറിയുന്നതല്ലടാ. അതൊരു തമാശക്കാതല്ലേ നമ്മൾ കരുതിയത്. ആ അനക്ക് വേണമെങ്കിൽ നല്ലൊരു ഹൂറിയനെ നമ്മൾ ഒതുക്കി സെറ്റപ്പ് ആക്കി തരാ. ഏത് അന്റെ ഒരു സെറ്റപ്പ് എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി ഈ നിക്കാഹ് മുടക്കണം. ആ ചെക്കനെ ഇനി സഫ്നാനെ കാണാൻ വരാൻ പാടില്ല. മനസ്സിലായോടാ? നമ്മളെ ഏറ്റ് എന്നിട്ട് ഈ എന്റെ കാര്യം ബെർലിനോട് പറയാം. ആന്ന്. മനസ്സിലായോ? ഞാൻ പറയാം. എന്നാ ഇപ്പൊ പോ. തടി വെച്ചില്ല. ഞാനൊരു സംഭവ കഥ പറയാം. ഒരു പെൺകുട്ടിയുടെ കഥ. എല്ലാത്തിലും അവൾ മിടുക്കിയ. പാടാനും ആടാനും പഠിക്കാനും ഒക്കെ. ഒറ്റ മോളാ. ഒരുപാട് സമ്പത്തുണ്ട്. നല്ല ഭംഗിയുള്ള അതവും ചിട്ടയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഓള്. ഒരിക്കൽ ഓളുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു. അതാണ് തുടക്കം. വെറുതെ ഒരു രസത്തിന് ഓൾ അതിനൊരു മറുപടി അയച്ചു. അതിന് റിപ്ലൈ വന്ന് വീണ്ടും അയച്ചു. പിന്നെ അത് മിസ് കോൾ വിടലായി, കോളുകളായി. ഓർക്ക് തമ്മിലൊന്ന് കാണണമെന്നായി. കണ്ടപ്പോൾ സ്പർശിക്കണമെന്നായി. സ്പർശനം പിന്നീട് സ്വയം സമർപ്പണമായി. സമർപ്പണം മൊബൈലിൽ റെക്കോർഡ് ചെയ്തത് ഓൾ അറിഞ്ഞില്ല. എല്ലാം കഴിഞ്ഞ് കാമുകൻ ഗൾഫിൽ പോയി. എടുത്ത വീഡിയോ ക്ലിപ്പുകൾ ഡിലീറ്റ് ചെയ്ത ശേഷം മൊബൈൽ ഗൾഫിൽ വിറ്റു. മൊബൈൽ വാങ്ങിയ കടക്കാരൻ ഒരു പ്രത്യേകതരം റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആ മൊബൈലിൽ മുമ്പുണ്ടായിരുന്ന കാമുകൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ എല്ലാ വീഡിയോ ക്ലിപ്പുകളും പുറത്തെടുത്തു. അതിൽ ഓളുടെ ക്ലിപ്പുകൾ ഗൾഫിൽ യുവാക്കളുടെ ഇടയിൽ ഹരമായി. ഓളുടെ കാമുകനും ഓളും പരിഹാസ കഥാപാത്രങ്ങളായി. അതോടെ കാമുകൻ ഓളെ കൈയൊഴിഞ്ഞു. അതറിഞ്ഞോളുടെ ബാപ്പ നാട്ടിൽ വന്നു. ഓളെ തല്ലി ജീവച്ഛവമാക്കി. ഇത് വീട്ടിലും നാട്ടിലും ഒക്കെ പാട്ടായി. ഇന്നത്തെ ഓളുടെ അവസ്ഥ കണ്ടാൽ നമ്മൾ തിരിച്ചറിയില്ല. ജസ്ന, ജസ്ന, നാട്ടിൽ ഇമാമിനെതിരെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. വഴങ്ങുന്ന മട്ടില്ല. എടോ, അയാൾ തെറ്റ് ചെയ്യുന്നെങ്കിലല്ലേ വഴങ്ങേണ്ട കാര്യമുള്ളൂ. അയാൾ ഒരു മതപരിവർത്തനവും നടത്തുന്നില്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും നന്നായിട്ടറിയാം. പിന്നെ ജനങ്ങളുടെ മേലുള്ള അയാളുടെ സ്വാധീനം, അതിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. എനിക്കും അയാളെക്കൊണ്ട് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് ഞങ്ങളെന്താ ചെയ്യേണ്ടത്? നാട്ടുകാർക്കിടയിൽ മതമൈത്രിയും സ്നേഹവും നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ഒരു പ്രവർത്തനങ്ങളും ഇവിടെ നടക്കില്ല. തിരഞ്ഞെടുപ്പ് അടുത്തു വരികയല്ലേ. അതിനു മുമ്പ് ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കണം. രണ്ട് വിഭാഗവും ചേരി തിരിഞ്ഞു നിന്ന് തമ്മിൽ തല്ലണം. അതിനൊരു വഴിയുണ്ട്. നെഞ്ചിനുള്ളിൽ നീയാണ്, കൈവിനുള്ളിൽ നീയാണ്. അല്ലോ പോയി. ഈ പോയ കാര്യം എന്തായി? ഈ ജന്മത്ത് നടക്കൂല പോനെ. ഇക്കടിയിട്ടായിരുന്നു നിന്റെ ഭാഗ്യം. ഇന്നത്തല്ലിട്ട് എന്ത് കാര്യ? ഈ പോയിട്ട് ആ ഇമാമിനോട് ചോദിക്ക്. അയാൾ ചെന്ന് അന്റെ തെമ്മാടിത്തരങ്ങൾ മുഴുവനും ആ ബെർലിയോട് പറഞ്ഞിക്കണ്. ഇന്നിപ്പോ എന്നെ കാണുന്ന അയാൾക്ക് പ്രാന്ത. ഇനിയിപ്പോ ഇതും കൂടെ അങ്ങോട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഞമ്മളും വെച്ചേക്കൂല. ഇനിയിപ്പോ ഞമ്മളെന്ത് ചെയ്യാനാ? വെറുതെ തല്ലി വേസ്റ്റാക്കി. എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. അയാളുടെ പണി ഞാൻ തീർക്കും. പിരിവിന് വന്നതാണെങ്കിൽ വന്ന വഴി വിട്ടോളി. ഞാൻ പിരിവിന് വന്നതല്ല, പെണ്ണി ചോദിച്ചു വന്നതാ. പെണ്ണി ചോദിച്ചു വരികയെ? നീയും ആ ഹിമാറുകളുടെ കൂട്ടത്തിലുള്ളവനല്ലേ ഈ ബലീസെ? എനിക്ക് ഇവിടുത്തെ സഫ്നേനെ ഇഷ്ടോ. എനിക്ക് അവളെ കല്യാണം കഴിച്ചു തരണം. പോയിക്കോടുന്ന്. എന്റെ മോളുടെ നിക്കാഹ് തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ വേണ്ടാത്ത പുകയിൽ നിൽക്കല്ലേ. പോ. എനിക്ക് അവളെ ഇഷ്ടോ. അവളെ മറ്റാർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ പറഞ്ഞ
എന്തൊക്കെ പറഞ്ഞാലും സഫ്ന എന്റെതാ. അപ്പ എന്റെ മയ്യത്ത് ഇവിടുന്ന് തന്നെയാടാ പന്ന്. എന്താണ് അനുസരിച്ച്? എന്താണ്? അപ്പൊ ഇങ്ങളും കൂടി അറിഞ്ഞിട്ടുള്ള പണിയാണല്ലോ ഇത്. ഓ സഫനയുടെ കൂട്ടത്തിൽ പഠിക്കുന്ന കുട്ടിയാ. പാടിക്കണ കൂട്ടി എല്ലാം ഞാനൊന്ന് അവസാനിപ്പിച്ചു പാടവിടെ ബഷീറേ! പരിസരത്ത് കണ്ടുവരും. സഫ്ന ഈ കരുതി സഫ്ന ഇറങ്ങി ഓൻ പറഞ്ഞ സത്യാണോ? ഓനെ എനക്കറിയോ? അനക്കിത് എന്തിന്റെ കാറ്റാണ് ബഷീറേ? 10-18 വർഷം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചതിന് ഓള് തന്ന സമ്മാനം ഒന്നുള്ളൂ നോക്കില്ല അരിഞ്ഞളഞ്ഞ. Bir çift suna beslenir, beslenir. നിങ്ങളോട് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. അന്റെ ഏത് കാര്യത്തിൽ ഇടപെട്ടു അയ്യ പറയണത്? ഒന്നും അറിയാത്ത പോലെ നടിക്കണ്ട. നിങ്ങൾ സഫ്നന്റെ ബാപ്പാനോട് ഇന്നെ പറ്റി എന്തൊക്കെയാ വേണ്ടാത്ത പറഞ്ഞു കൊടുത്ത്? ഈ എന്താ പറയണത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. നിങ്ങൾ വിചാരിച്ചു ഞാനൊന്നും അറിയില്ല എന്നല്ലേ? മോനെ അനസേ, അന്നെ ആരോ കാര്യമായി തെറ്റിദ്ധരിപ്പിച്ചിരിക്കണം. നിങ്ങളുടെ നാടകമൊന്നും എന്റെ അടുത്ത് നടക്കൂല. ആവശ്യമില്ലാതെ ഇന്റെ കാര്യത്തിൽ ഇടപെട്ടാ ഇമാമാണോന്നൊന്നും ഞാൻ നോക്കൂല. എന്നെ പിടിക്കൊന്നും വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മനസ്സേ, ഇതിനു മുമ്പ് നിന്നെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. കൂടുതൽ ലോഹ്യൊന്നും കാണിക്കണ്ട. എന്തിനാ വിളിച്ചതെന്ന് പറ. ഓന് നല്ല വിഷമമുണ്ട്. ബെർലി സാഹിബ് മോക്ക് വേറെ കല്യാണം ആലോചിക്കണം. നിന്നെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ അവിടെ എത്തിക്കുന്നത് ആ ഇമാമ. എവിടെയും കയറി ഇടപെട്ട് ഇപ്പൊ കുട്ടികളുടെ പ്രേമം കലക്കൽ അയാളുടെ പണി. ചോദിക്കണം, ഇതിനൊക്കെ കണക്ക് ചോദിക്കണം. നീ ഞങ്ങളുടെ കൂടെ നിന്ന് തന്നാ മതി. മതത്തിന്റെ പേരും പറഞ്ഞ് നമ്മുടെ കുടുംബങ്ങളിൽ കയറി ഇറങ്ങുന്നത് നമ്മളോട് പലവട്ടം ഫോൺ ചെയ്തതാ. ഇനി നമുക്ക് നമ്മുടെ പണി നോക്കാം. സ്ഥലവും സമയവും ആളെയെല്ലാം നിങ്ങൾ തീരുമാനിച്ചോ. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഇത് വെച്ച പറയാം. ഈ രാത്രി അയാളുടെ അവസാനത്തെ രാത്രി ആയിരിക്കണം. ഇമാമിന്റെ മരണം ഉറപ്പുവരുത്തിട്ട് നീ അവിടെ നിന്ന് ഇറങ്ങാം. ശരി. പ്രകാശിന്റെ വീട് ഇമാമിന്റെ വീടിനടുത്തായോണ്ട് അത്ര പെട്ടെന്ന് ആരും അവനെ സംശയിക്കില്ല. എന്നാ ഞാൻ അനസിനെ വിളിക്കട്ടെ? അവനെ വിളിക്ക്. ഇമാമിനോടുള്ള എന്റെ വിരോധം അവർ മുതലെടുക്കുകയായിരുന്നു. നിങ്ങൾ എന്താ ഈ പറയണത്? ആണായിട്ടും പെണ്ണായിട്ടും ഒരൊറ്റ മോളമുള്ള എനിക്ക് ഒരു പണിയില്ലാണ്ട് 24 മണിക്കൂറും തെണ്ടി തിരിഞ്ഞ് നടക്കണ ഈ ചെക്കന് ഞാൻ എങ്ങനെ കെട്ടിച്ചു കൊടുക്കാനാ? പണിയും കൂലിയും ഇല്ലാത്തത് ഇപ്പോഴല്ലേ. ഓൻ MBA ഫിനാൻസ് കഴിഞ്ഞതാ. ബാപ്പാക്ക് അവിടെ നല്ല ബിസിനസ്സാ. ഓൻ അങ്ങോട്ടൊന്ന് എത്തി കിട്ടിയാൽ മതി. ശമ്പളമായിട്ട് എത്ര കിട്ടുന്ന വിചാരിച്ചിക്കണ്? 1.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാവും. ഒരൊറ്റ മോനാ. പിന്നെ ഓന്റെ സ്വഭാവം. ഓന്റെ പ്രായത്തില് ഈ എന്തൊക്കെ കാട്ടിയിട്ടുണ്ട് അതൊക്കെ തന്നെ ഓനും കാട്ടുന്നുള്ളൂ. ഈ അനസ ആരാന്നറിയോ എനക്ക്? അന്റെ കൂടെ പണ്ട് കോളേജിൽ പഠിച്ച ഫത്താഹിന് ഓർമ്മയുണ്ടോ? ഓന്റെ മോനാ. എന്നാലും അത് വേണ്ട. എന്റെ മോളുടെ കല്യാണം തീരുമാനിച്ചിരിക്കുകയല്ലേ. അവരോട് ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. എന്തേ? എടോ,
നമ്മുടെ കുട്ടികളുടെ തെറ്റുകൾ തിരുത്തേണ്ടത് നമ്മൾ തന്നെയാ. അനക്ക് ഞാൻ വാക്ക് തരാം, അനസിനെ ഒരു നല്ല കുട്ടിയാക്കി അന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിത്തരാം. എന്നിട്ട് മതിയല്ല. അത് ശരിയാവില്ല. ഓന്റെ കാര്യം പറയുമ്പോ എന്റെ പെരുവരിൽ നിന്ന് ദേഷ്യം അങ്ങോട്ട് കേറി വരിക. കൂടുതലൊന്നും ആലോചിക്കണ്ട. നീ എനിക്ക് വാക്കുതാ, സഫ്നയെ അനസിന് കെട്ടിച്ചു കൊടുക്കാന്ന്. നിങ്ങൾക്കറിയോ, എന്റെ സെഫിയ മരിക്കുമ്പോ സഫനത ഇത്രയുള്ളൊരു കുട്ടിയായിരുന്നു. ഓൾക്ക് ഒരു കുറവും വരുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ മറ്റൊരു നിക്കാഹ് കഴിക്കായിരുന്നത്. ആളുകൾ പറയും എനിക്ക് സ്നേഹിക്കണവരെ കണ്ട ദേഷ്യമാണെന്ന്. സത്യമാ, എനിക്ക് ദേഷ്യം തന്നെയാ, എനിക്ക് അസൂയ. എന്റെ ആശകളൊക്കെ മനസ്സിൽ ഒതുക്കി വെച്ച് എന്റെ മോളെ ഞാൻ വളർത്തിയത് ഉമ്മയില്ലാതെ വളർന്നതുകൊണ്ട് ഓള് വഴിതെറ്റിപ്പോരെന്നുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കടുപ്പത്തിൽ പെരുമാറിയത് എല്ലാരോടും. എന്നിട്ട് ഇപ്പോ ആര് വഴിതെറ്റിയെന്നാ ഈ പറയണത്? നമ്മൾ വലിയവരെല്ലാരും കൂടി ചേർന്ന് ഈ നിക്കാഹ് ഭംഗിയായി അങ്ങ് നടത്തി കൊടുക്കണം. ഇതെന്റെ മോളുടെ ജീവിതമാണ്. എനിക്ക് ഈ ലോകത്ത് മറ്റാരേക്കാളും നിങ്ങളെ വിശ്വാസമാണ്. നിങ്ങൾ പറയുന്നോണ്ട് ഞാൻ സമ്മതിക്കാം, നിങ്ങൾക്ക് വേണ്ടി മാത്രം. അനക്കെന്നെ വിശ്വസിക്കാം. ഇപ്പോഴാ ഈ ഒരു ആൺകുട്ടിയായി. എന്റെ മോൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നല്ല കാര്യം ചെയ്തതല്ലേ. ഇനിയെങ്കിലും ഒന്ന് ചിരിച്ചു കൊടുക്കാൻ എനിക്ക്. പടച്ചോനെ, എന്റെ കുട്ടി. മോനെ സതീശ, മോനെ സതീശ, എണീക്കടാ. ആരുമില്ല ഇവിടെ. ഏയ് മോനെ സതീശ. എന്റെ മൊബൈലോട് മോനെ, മോനെ. ഇത് ഞാൻ മുമ്പേ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഈ ദൗത്യം ചെയ്യുവാനായി നീ തന്നെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നെ അപായപ്പെടുത്താനുള്ള നിങ്ങളുടെ നീക്കത്തെപ്പറ്റി എനിക്ക് മുമ്പേ വിവരം കിട്ടിയതാണ്. അത് തന്നവർ തന്നെ എനിക്ക് സംരക്ഷണം തരാൻ ഒരുങ്ങിയതാ. ഞാനാണ് അവരെ പറഞ്ഞു വിട്ടത്. എനിക്കൊരു പാതയുള്ളൂ, ദീനിന്റെ പാത. ഓരോ ചുവടിലും ഓരോ ശ്വാസത്തിലും മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കുന്നവൻ, അവനാണ് യഥാർത്ഥ മുസൽമാൻ. ഞാൻ അങ്ങനെയുള്ള ഒരാളാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളുടെ ആളുകളെ മതം മാറ്റരുതെന്ന് ഞങ്ങൾ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ അത് തന്നെ ചെയ്യുന്നു. ഞങ്ങളുടെ പാവപ്പെട്ട കുടുംബങ്ങളിലെ ജനങ്ങളെ നിങ്ങൾ പ്രലോഭിപ്പിച്ച് നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നു. പ്രകാശൻ, നിങ്ങൾ വല്ലാതെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഒരു നല്ല മൂമിനായി ജീവിക്കാൻ ശ്രമിക്കുക എന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ദൈവനിയോഗം പോലെ ഇപ്പോഴിതാ നിങ്ങളുടെ മകൻ തന്നെ നമുക്ക് മുന്നിൽ. നമസ്കാരം കഴിഞ്ഞു വരുമ്പോൾ പള്ളിപ്പറമ്പെന്നൊരു കരച്ചിൽ കേട്ട് പോയി നോക്കിയതാ. അപ്പോളതാ ഇവൻ മരത്തീന്ന് വീണ് കൈയൊടിഞ്ഞു കിടക്കുന്നു. ഇവനൊരു ഹിന്ദുവിന്റെ കുഞ്ഞാണെന്ന് കരുതി ഞാൻ ഇവനെ വിട്ടിട്ട് പോണമായിരുന്നു. അപ്പൊ നിങ്ങൾ കുമാരേട്ടനെ പോലുള്ള പാവപ്പെട്ട കുടുംബങ്ങളോടും പല വിദേശികളോടും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? സഹോദര, എന്റെ ലക്ഷ്യം ആളുകളെ ഭീഷണിപ്പെടുത്തിയോ ഭയപ്പെടുത്തിയോ വല്ലതും തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചോ അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല. അങ്ങനെ ഒരാൾക്കും ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനുള്ള അധികാരം ആരും നൽകിയിട്ടില്ല. അത് പാടില്ലാത്തതാണ്.
ഇസ്ലാം മതത്തെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും അവന്റെ പ്രവാചകരെക്കുറിച്ചും ഖുർആനിലും ഹദീസിലുമുള്ള കാര്യങ്ങൾ അറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന എല്ലാ മുസൽമാന്മാർക്കും പൊതുവായ ഒരു വലിയ ബാധ്യതയാണ് ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ ഇവിടെ ഹാജരുള്ളവർ ഇവിടെ ഹാജരില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നത് അന്ത്യപ്രവാചകൻ വസിയത്ത് ചെയ്തതാകും. ഇങ്ങനെ ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷകളെ ഞാൻ ഭയപ്പെടണം. ഹലോ, എത്ര നേരം ഞാൻ ട്രൈ ചെയ്യുന്നു, എന്താ ഫോൺ എടുക്കാത്ത? ഫോൺ എൻ്റെ കയ്യിന്ന് വീണുപോയി, അതാ എടുക്കാഞ്ഞേ. ബാപ്പ നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചു. ഇന്ന് ഇമാമ വീട്ടിൽ വന്നിരുന്നു. എനക്ക് വേണ്ടി ബാപ്പാനോട് കുറേ നേരം സംസാരിച്ചു. അന്നെ ഒരു നല്ല കുട്ടിയായി ബാപ്പയുടെ മുമ്പിൽ നിർത്താന്ന് വാക്ക് കൊടുത്തിരിക്കുക. ഹലോ ഹലോ ഹലോ, അനസേ അനസേ, കേൾക്കുന്നുണ്ടോ? പടച്ചോനെ, ഇമാം. എന്നെയല്ലേ നിങ്ങൾക്ക് വേണ്ടത്? എന്നെ കൊന്നാൽ നിനക്ക് നിന്റെ ലക്ഷ്യം നേടാമെങ്കിൽ നീ എന്നെ കൊന്നോളൂ. പക്ഷേ എനിക്കൊരപേക്ഷയുണ്ട്. ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് നീ അത് ചെയ്യരുത്. കാരണം അവന്റെ പിഞ്ചു മനസ്സിന് അത് താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല. എന്താ എന്താ അവിടെ? ഓടിക്കടാ. പടച്ചറബേ, അനസ് അനസ് അനസ്, എന്തു പറ്റി മോനെ? അനസ് അനസ്. വലിയ വീട്ടിൽ ഫത്താഹ് എന്നവരുടെ മകൻ അനസ് ഇന്നലെ രാത്രി 12 മണിക്ക് മരണപ്പെട്ട വിവരം വ്യസനസമേതം അറിയിച്ചുകൊള്ളുന്നു. പരേതന്റെ മയ്യത്ത് കബറടക്കം മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര മനുഷ്യാ നിൻ ജീവിത അവസാന യാത്ര. മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര മനുഷ്യാ നിൻ ജീവിത അവസാന യാത്ര. മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര. ഇണയില്ലാ ബന്ധു സഹായികളില്ല, പിണമാവുകിൽ നീ പണക്കാരനല്ല. തുണയില്ല ഒന്നും നിനക്കുള്ളതല്ല. ഗുണദോഷഭാരങ്ങൾ
വഹിക്കുന്ന യാത്ര മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര മനുഷ്യാ നിൻ ജീവിത അവസാന യാത്ര മണി മഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര പിണങ്ങിയ ചങ്ങാതി അന്നാളിണങ്ങും പൊടുന്നനെ ആ വാർത്ത കേട്ട് നടുങ്ങും അനേകം പുകഴ്ത്തി പറയാൻ തുടങ്ങും അനങ്ങാതെ കണ്ണുകൾ തുറക്കാത്ത യാത്ര. ഇനി ആരെങ്കിലും ഒളു എടുത്തു വരാൻ ബാക്കിയുണ്ടോ? വലിയ വീട്ടിൽ അനസിന്റെ മയ്യത്താണ് നമ്മളിപ്പോൾ നമസ്കരിക്കാൻ പോകുന്നത്. ഈ മയ്യത്തുമായിട്ട് ആർക്കെങ്കിലും വല്ല കടബാധ്യതകളും ഉണ്ടെങ്കിൽ അവർ നമസ്കാരത്തിന് ശേഷം എന്നെയോ കുടുംബാംഗങ്ങളെയോ കാണേണ്ടതാണ്. സൊഫ് ശരിയാക്കി നിൽക്കുക. അല്ലാഹു അക്ബർ. മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര മനുഷ്യാ നിൻ ജീവിത അവസാന യാത്ര മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര. ഒരു പുൽക്കൊടിയും നിനക്കില്ല മെയ്യിൽ, ഒരു മൺതരിയും നിനക്കില്ല കയ്യിൽ, വിരിപ്പും പുതപ്പും നിനക്കില്ല ഖബറിൽ, ഒരാളോടും മിണ്ടാത്ത ഏകാന്തയാത്ര മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര മനുഷ്യാ നിൻ ജീവിത അവസാന യാത്ര മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര. പടച്ച റബ്ബേ, എല്ലാം വെറും ദുസ്വപ്നങ്ങളായിരുന്നു. അല്ലാഹുവേ, എനിക്ക് നീ നേർവഴി കാണിച്ചു തരണമേ. അല്ലാഹുമ്മ റബ്ബ ആദിഹി ദഅവത്തി താമ വസ്സലാത്തുൽ കാഹിമ ആത്തി മുഹമ്മദീൻ വസീലത്ത ഇന്നക ലാ തുഖ്ലിഫുൽ മീഹാദ്